തെക്കൻ കാശ്മീരിലെ പെഹൽഗാമിൽ ഏപ്രിൽ 22-നുണ്ടായ ഭീകരാക്രമണം. ഒരു മലയാളി അടക്കം 26 പേരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 2019 പുൽവാമ ആക്രമണത്തിനു ശേഷം നമ്മൾ കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണം കൂടിയായിരുന്നു ഇത്. പാകിസ്ഥാൻ ഈ ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് ഒഴിയുന്നു. എന്നാൽ റെസിസ്റ്റർ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു ഭീകര സംഘടന തങ്ങൾക്കിതിൽ പങ്കുണ്ട്, തങ്ങളാണിത് ചെയ്തത് എന്ന് പറഞ്ഞ് മുന്നിലേക്ക് വരും. എല്ലാവരും കണ്ടുകൊണ്ടിരുന്ന ഒരു ഫോട്ടോ, നമ്മളെല്ലാവരുടെയും ഹൃദയം തകർക്കുന്ന ഒരു ഫോട്ടോയായിരുന്നു. 6 ദിവസം മാത്രം കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു നേവി ഉദ്യോഗസ്ഥനും ഭാര്യയും അവരുടെ മധുവിധം ആഘോഷിക്കാനായി അവിടെ എത്തുകയും അവിടെ വെച്ച് അദ്ദേഹത്തിനെ പേര് ചോദിച്ചു കൊന്നു എന്നും ഉള്ള ഒരു കാര്യം, അല്ലെങ്കിൽ അവരുടെ നിസ്സഹായമായ ഒരു അവസ്ഥയും നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വരുന്ന ഓരോ കാര്യങ്ങളും ഇത് കുറച്ച് നാളത്തേക്ക് മാത്രം അത് സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ മാധ്യമങ്ങളിലും നിറഞ്ഞു നിന്നതിന് ശേഷം വീണ്ടും അടുത്തൊരു വിഷയങ്ങളിലേക്ക് വരുമ്പോൾ ഇത് മറന്നു പോകുന്നു എന്നുള്ളത് തന്നെയാണ് വീണ്ടും വീണ്ടും ആക്രമണങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതിൻ്റെ പ്രധാനമായ കാരണം. അപ്പോൾ എല്ലാ ആക്രമണങ്ങളും ഓരോ മനുഷ്യനും നഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്നും ഒരു ഭീകരവാദവും ആർക്കും ഗുണം ചെയ്യുന്നില്ല എന്നുള്ള കാര്യവും മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിനുണ്ടായ ഈ ഒരു നഷ്ടത്തിൽ നമ്മൾ ഉണ്ടാക്കിയത് ആരാണെങ്കിലും അവർക്കെതിരെ തിരിച്ച് അടിക്കണം എന്നുള്ളതും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളതും പൂർണ്ണമായും ഈ ടെററിസം നിർത്തണം എന്നുള്ളതും ഒരു മുദ്രാവാക്യമായി തന്നെ മുൻനിർത്തിക്കൊണ്ട് നമുക്കത് നമ്മുടെ കേന്ദ്ര സർക്കാരിനോട് ചോദിക്കാവുന്ന കുറേ ചോദ്യങ്ങളായും ചോദിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെതിരെ പ്രവർത്തിക്കണമെന്നും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.